ഇൻഫ്ലേഷൻ ഡേറ്റയെ തുടർന്ന് വെള്ളിയാഴ്ച അമേരിക്കൻ വിപണി നല്ല രീതിയിൽ നെഗറ്റീവിലേക്ക് പോയിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് ഇൻഫ്ലേഷൻ മൈനസ് ആയിട്ട് വന്നത്. ഈ റെസിപ്രോക്കൽ താരിഫ് കൂടെ വരുമ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന താരിഫും എല്ലാം കൂടെ കൂടി അമേരിക്കയിൽ വീണ്ടും ഇൻഫ്ലേഷൻ കൂടുകയും അതുപോലെ തന്നെ റിസഷൻ ഫിയർ ഉണ്ടാവുകയും എന്നുള്ള വാർത്തകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഒരു റേറ്റിംഗ് ഏജൻസി നടത്തിയ പഠനത്തിൽ ഏതാണ്ട് 35% റിസഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. പൊതുവെ അത്തരത്തിലാണ് മാർക്കറ്റുകളെല്ലാം നിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും എല്ലാം വെള്ളിയാഴ്ച നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ഇവിടെ മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. തിങ്കളാഴ്ച ആ മാർക്കറ്റ് ചെറിയതായിട്ടൊരു റിക്കവറി കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാ ഏഷ്യൻ വിപണികളും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് 1% മുകളിൽ പോസിറ്റീവായിട്ടാണ് ട്രേഡ് നടക്കുന്നത്. നിഫ്റ്റി ഏതാണ്ട് 23,330 വരെ ഒരു അവസ്ഥയിൽ താഴെ വന്നിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 23,460 ലെവലിലാണ് ട്രേഡ് നടക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് കൃത്യമായിട്ട് ഒരു ട്രെൻഡ്. ഏഷ്യൻ വിപണികളെല്ലാം പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി അതുപോലെ തന്നെ കൺട്രി സ്പെസിഫിക്കും അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക്കുമായിട്ടാണ് താരിഫ് ഏർപ്പെടുത്തുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ വിപണികളിലെല്ലാം പോസിറ്റീവ് ന്യൂസുകളാണ് വരുന്നതെങ്കിൽ പോലും ഈ താരിഫിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഇവിടെയുണ്ട്. 29-ാം തീയതി അവസാനിച്ച മീറ്റിംഗിൽ ഇന്ത്യയും പല മേഖലകളിൽ താരിഫ് വെട്ടിക്കുറച്ചേക്കും എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ചില മേഖലകളിലൊക്കെ ധാരണയായി എന്ന് പറയുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരു അനൗൺസ്മെന്റ് വന്നാലേ നമുക്ക് കൃത്യമായിട്ട് എന്താണ് എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു വോളറ്റാലിറ്റി കാണിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ ഓട്ടോ സെയിൽസിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തു വരും. യു.എസിലെ PMI ഡേറ്റയെ സംബന്ധിച്ചുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. എങ്കിലും ഈ താരിഫിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഇനി കൂടുതലും മുന്നോക്കം നമ്മൾ നൽകേണ്ടത്. ഇനി മറ്റൊന്ന് FIസിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ FIസ് ഫ്യൂച്ചേഴ്സിന് ഏതാണ്ട് 60% ഷോർട്ട് പൊസിഷൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാര്യമായ അഡീഷൻസ് ഒന്നും ഫ്യൂച്ചേഴ്സിൽ വന്നിട്ടില്ല. എന്നാൽ ഓപ്ഷൻസിൽ നല്ല രീതിയിലുള്ള അഡീഷൻ നടന്നിട്ടുണ്ട്. ഏതാണ്ട് 30% കോൾ ഓപ്ഷനും 25% പുട്ട് ഓപ്ഷനും ആഡ് ചെയ്തിട്ടുണ്ട്. പ്രോ ട്രേഡേഴ്സ് ഏതാണ്ട് ന്യൂട്രൽ സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. റീറ്റെയിലേഴ്സ് ബുള്ളിഷ് ആയിട്ടുണ്ട്. FIസിന്റെ ഓപ്ഷൻസ് പൊസിഷൻ ഇപ്പോഴും ഷോർട്ട് പൊസിഷൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവര് ഈ താരിഫിനെ സംബന്ധിച്ചുള്ള അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നല്ല വോളറ്റാലിറ്റി ഉള്ള മാർക്കറ്റാണ്. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കഴിവതും ഇത്തരം വോളറ്റാലിറ്റി ഉള്ള സമയത്ത് ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.